ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അത്യാവശ്യം മാക്സിമം യൂസിങ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തെ കംപ്ലയിൻസ് പറഞ്ഞാൽ അതിൻ്റെ ബെൽറ്റ് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണിരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് അടുത്ത സർവീസ് വരെ ഓടില്ല. അത് ഇടയ്ക്ക് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബെൽറ്റ് മാറ്റണം. അതുപോലെ അതിൻ്റെ ഈ സ്ലൈഡ് പറയും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റിയൊന്ന് റീസെറ്റ് ആക്കണം. ബാക്കി അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനെ അയച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് ക്ലച്ചിൻ്റെ ഉള്ളിൽ. അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റണം. എയർ ഫിൽറ്റർ മാറ്റണം. അതുപോലെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ 2 കേബിളും മാറ്റണം. അതാണ് ഈ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ടാണ് നമുക്ക് ആ വീല് ടൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ 2 കേബിളും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട്. ഞാൻ ബാക്ക് വീൽ അയച്ചു പോലെ ഫ്രണ്ട് അയക്കാതെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീല് കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. ടയറ് കുറച്ചും കൂടി ആയിട്ട് ഉപയോഗിക്കാനുള്ളൂ. കുറച്ചും കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. ടയർ ഇടുമ്പോൾ നമുക്ക് ഈ മോഡൽ തന്നെ സാപ്പർ പറയും. ആ മോഡൽ അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. സാപ്പർ മോഡൽ ഇടാം. ആ ബാക്കിൽ കിടക്കുന്ന മോഡൽ തന്നെ. ഇതിപ്പോൾ ആ മോഡൽ തന്നെ കിടക്കുന്നത്. ആ മോഡൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമുക്ക് ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ 12.46 ആ ലെവലിലേക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. ബാറ്ററിക്ക് സെൽഫിൻ്റെ കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ നമുക്കപ്പോൾ ബാറ്ററി മാറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി മാറ്റണമെന്നില്ല. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ അത്യാവശ്യം ടൈറ്റ് ആയി തുടങ്ങി. അടുത്ത സർവീസൊക്കെ വരുമ്പോഴേക്കും നല്ല ടൈറ്റ് കൂടുള്ളൂ. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേബിളും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ ബാക്കിലെയും ഓൾറൗണ്ട് കാർഡ് അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്യാസ് വെൽഡിങ് കൊടുത്തിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. അത്യാവശ്യം മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ, നമുക്ക് ബെൽറ്റ്, അതിൻ്റെ പീ സ്ലൈഡ് പറയും, പിന്നെ അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിള്, ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിള്, എഞ്ചിൻ ഓയിൽ, പിന്നെ വാട്ടർ സർവീസ് വേണ്ട അത്, പിന്നെ ആ വെൽഡിങ്, ഇതെല്ലാം അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാൻ കിട്ടും. ഓക്കെ.